എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഞ്ചിഷ്ട കൊണ്ടുള്ള ഒരു ഡിസൈനർ സോപ്പാണ്. നല്ല ഭംഗിയുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 550 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ലീഫ് മോൾഡിൽ ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് മോൾഡിലാണോ സോപ്പ് ബേസ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മോൾഡ് കറക്റ്റായിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിലോട്ട് മെൽറ്റ് ചെയ്ത ബേസ് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആ ലീഫ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം, വളരെ കുറച്ച് മതി. എന്നിട്ട് ഇതിൻ്റെ ഓരോ ലീഫും പതിയെ നല്ല വശം നോക്കി, നല്ല വശം എപ്പോഴും അടിഭാഗത്ത് വരാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റീസുള്ള ചോക്ലേറ്റ് മോൾഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡിലാണോ ഇതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ ഇഷ്ടം, ആ ഒരു ഡിസൈൻ നമുക്ക് ഇതുപോലെ തന്നെ പല ഡിസൈനായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം ഒഴിച്ച് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ബേസിലോട്ട് നമ്മുടെ മഞ്ചിഷ്ടയുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മഞ്ചിഷ്ടയുടെ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പൂണും ഒരു ഫുൾ സ്പൂണും ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടെയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അത്രയും മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും പാടില്ല. നല്ലതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് ഞാനിവിടെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 7 ml ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്മെല്ല് കുറച്ചാണ് വേണ്ടവർക്ക് കുറച്ച് ആഡ് ചെയ്യാം. അതല്ല കുറച്ചും കൂടി സ്മെല്ല് വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ചും കൂടി സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുഴപ്പമില്ല. എന്നിട്ട് ഓരോന്നും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഞാനിവിടെ 2 വൈറ്റമിൻ ഇ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്കതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. രണ്ടും അതുപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനതിൽ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം വന്നപ്പോൾ അത് കട്ടായി പോയി. ഇനി നമുക്കത് പതിയെ മോൾഡിലോട്ട് ഒഴിക്കാം. മഞ്ചിഷ്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇപ്പം മുഖത്തെ കറുത്ത പാടുകൾ മാറാനും, മൂക്കിൻ്റെ സൈഡിലായിട്ടൊക്കെ കറുത്ത കുത്തുകളുണ്ടാകും, കവിളിൻ്റെ സൈഡിലൊക്കെ, അതൊക്കെ മാറാനായിട്ട് ഒത്തിരി എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മഞ്ചിഷ്ട. മഞ്ചിഷ്ടയിൽ തൈറോസിന എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. അത് മെലാനിനെ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും വ്രിങ്കിൾസ് ഉള്ളവർക്കും ഒക്കെ ഒത്തിരി ഗുണമുള്ളതാണ് നമ്മുടെ മഞ്ചിഷ്ട. നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ളതല്ലേ, നല്ല രസമായിട്ട് കറക്റ്റ് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
ചില ആൾക്കാർക്ക് ഡിസൈനർ സോപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡിസൈനർ സോപ്പ്. ഇതുപോലെ ഇനിയും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സോപ്പുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നല്ല ഭംഗിയുള്ള സോപ്പല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു.